നമസ്കാരം. നടനും BJP നേതാവുമായ ശ്രീ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണകുമാർ നടത്തുന്ന ഒരു ബോട്ടിക്കിൽ നിന്നും അവിടെ ജോലി ചെയ്യുന്ന 3 പെൺകുട്ടികൾ 69 ലക്ഷം രൂപ മോഷ്ടിച്ചതായി ശ്രീ ദിയ കൃഷ്ണകുമാറും കൂടി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. മറിച്ച് ഈ പെൺകുട്ടികളും കേസ് കൊടുത്തിട്ടുണ്ട്. കാരണം അവരെ പൈസ മോഷ്ടിച്ചതായി എന്ന് പറഞ്ഞ് ആരോപിച്ച് അവരുടെ കയ്യിൽ നിന്നും അവരെ ഭീഷണിപ്പെടുത്തി 8 ലക്ഷത്തി ചില്ലറ രൂപ കൃഷ്ണകുമാറും മകളും കൂടി വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടികളും കേസ് കൊടുത്തിട്ടുള്ളതാകുന്നു. ഇവിടെ നമുക്ക് പറയാനുള്ളത്, നമ്മൾ ഒരു സ്ഥാപനം നടത്തുമ്പോൾ നമുക്ക് കുറച്ച് ശാരീരികമായ അസ്വസ്ഥതകളുള്ള സമയത്ത് കുറച്ചു കാലത്തേക്ക് ഷോപ്പിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വരുമ്പോൾ നമ്മൾ അവിടെയുള്ള ജോലിക്കാരെ ഏൽപ്പിച്ചിട്ട് വിശ്വസിച്ച് ആണ് നമ്മൾ പോവാറ്. ഇവിടെ പറയുന്നത് എന്താണെങ്കിൽ 5 മാസത്തിനുള്ളിലാണ് ഈ കുട്ടികൾ 69 ലക്ഷം രൂപയുടെ തിരിമറി നടത്തിയിട്ടുള്ളതായി പറയുന്നത്. ഈ 5 മാസം കൊണ്ട് ഒരു കടയിൽ നിന്നും 69 ലക്ഷം രൂപ തട്ടിച്ചെടുക്കണമെങ്കിൽ എന്തുതരം ബിസിനസ്സാണ് അവിടെ നടക്കുന്നത് എന്ന് നമുക്കറിയണം. അതായത് ഒരു കടയിൽ നിന്നും സാധനങ്ങൾ വിറ്റ് പോകുമ്പോൾ റിട്ടേൺ മുതലാളിയുടെ കയ്യിലേക്ക് പൈസ വന്നെങ്കിൽ മാത്രമേ അടുത്ത പ്രാവശ്യം പർച്ചേസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ കട കാലിയായി കിടക്കും. ഇവിടെ കട ഫുള്ളായിട്ടാണ് നിൽക്കുന്നത്. ഈ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്, പൈസ ഇവർക്ക് കിട്ടണില്ല. ഈ ജോലിക്കാരായ ഈ 3 പെൺകുട്ടികളാണ് പൈസ QR കോഡ്, അവരുടെ പേരിലുള്ള QR കോഡിലേക്ക് പൈസ വാങ്ങിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. ഈ പ്രവണത 5 മാസമായിട്ടും ഇവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമാണ്. ഏതൊരാൾക്കും അറിയാം, ഒരു കടയിലെ സാധനങ്ങൾ വിറ്റ് പോകുമ്പോൾ ഒരു സാധാരണ ആയി ഒരു മാസത്തിലെങ്കിലും ഇവർക്ക് ശമ്പളം കൊടുക്കണ്ടേ. ആ ശമ്പളം കൊടുക്കണ സമയത്തെങ്കിലും ഈ കടയിലെ വരവ് ചെലവുകൾ നോക്കി ചെക്ക് ചെയ്യാറുണ്ട് എല്ലാവരും. എന്നിട്ടാണ് ശമ്പളം കൊടുക്കലും കാര്യങ്ങളൊക്കെ. ഇത് അവിടെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ആരും പറയുന്നത് കേട്ടിട്ടില്ല. ഇവർക്ക് ശമ്പളം കിട്ടുന്നുണ്ട്, പിന്നെ കടയിൽ കച്ചവടം നടക്കുന്നുണ്ട്. ഈ പെൺകുട്ടികൾ പറയുന്നത് എന്താണെങ്കിൽ, ഈ അവരുടെ മുതലാളി ദിയ കൃഷ്ണകുമാർ പൈസ വാങ്ങിക്കുന്നത് നിങ്ങളുടെ ബാങ്കിലേക്ക്, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് QR കോഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വാങ്ങിയാൽ മതി. എന്നിട്ട് പിന്നെ ആഴ്ചയിലോ മാസത്തിലോ എനിക്ക് അത് നിങ്ങൾ ബൈ ഹാൻഡ് തന്നാൽ മതി എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞതായിട്ടാണ് ഈ പെൺകുട്ടികൾ പറയുന്നത്. അങ്ങനെ ആ പൈസ ബാങ്കിലേക്ക് അവർ QR കോഡ് ഉപയോഗിച്ച് അവരുടെ ബാങ്കിലേക്ക് അക്കൗണ്ടിലേക്ക് വന്നിട്ടുള്ള പൈസ തിരിച്ച് ഇവർക്ക് ബൈ ഹാൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. മറിച്ച് ഇവരുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുണ്ടോ എന്ന് നോക്കി കഴിഞ്ഞാൽ പൈസ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ് ശരി തെറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനി ഈ തിരുവനന്തപുരം പോലീസിൻ്റെ കയ്യിലാണ് ഈ കേസ് തെളിയിക്കാനുള്ള നടപടികൾ എന്ന് പറയുന്നത്. നമ്മൾ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ വിശ്വസിച്ച് ഒരു ആളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മളെ കണ്ട് എപ്പോഴും പൈസയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാണ്ട് ആരെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് അവരുടെ ആയിട്ട് തന്നെ കണക്ക് കൂട്ടും. അങ്ങനെയാണ് ഇന്ന് വരെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ. മാത്രമല്ല, ശ്രീ കൃഷ്ണകുമാർ പറയുന്നത് ഈ 69 ലക്ഷം രൂപ പോയപ്പോൾ നമ്മൾ കേസൊന്നും കൊടുക്കണ്ട, പെൺകുട്ടികളല്ലേ പൊക്കോട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറയുന്നു. അങ്ങനെ അങ്ങോട്ട് 69 ലക്ഷം രൂപ വിട്ടുകളയാൻ പറ്റും? ഒരു സ്റ്റോപ്പിൽ നിന്നും 5 മാസത്തിനുള്ളിൽ 69 ലക്ഷം രൂപ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു മാസം ഏകദേശം 10-12 ലക്ഷത്തിന് മേലെ വരും. ഒരു മാസം 12 ലക്ഷം ഒരു ഷോപ്പിൽ നഷ്ടം വരാന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷണം പോവുക അല്ലെങ്കിൽ കബളിപ്പിച്ച് പോവുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5 മാസമായിട്ടും അവർക്കത് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവരുടെ ഭാഗത്തും കുറേ തെറ്റുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു.